നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം 1201 സമ്പൂർണ്ണ നക്ഷത്രഫലത്തെയാണ് അവതരിപ്പിച്ചു വരുന്നത്. ഇപ്പോൾ നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യം നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ ഒന്ന് ഏകദേശം പറഞ്ഞു പോകാം. ഗർവി ഷഡ കൃതജ്ഞോ ഹിംസ പാപഹ ചരസ്വഭാഗ് ചപലഹ അല്പസുദസ്യം ജീവി രാജദ്രവ്യാന്യുദശ രൗദ്രക്ഷേ. അതായത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഗർവിഷ്ഠരായിട്ടും ദുസ്വഭാവികളായിട്ടും ഉപകാരസ്മരണയില്ലാത്തവരായിട്ടും ഹിംസ്ര സ്വഭാവമുള്ളവരായിട്ടും പാപവും പരദ്രവ്യ അനുഭവവും ഉള്ളവരായിട്ടും ഭവിക്കും. അതായത് മറ്റുള്ളവരുടെ ദ്രവ്യത്തെ ധനത്തെയൊക്കെ ഉപയോഗിക്കുന്നവർ എന്നർത്ഥം. കൂടാതെ ചപലരായിട്ടും പുത്രന്മാർ കുറഞ്ഞവരായിട്ടും ദീർഘായുസുള്ളവരായിട്ടും രാജദ്രവ്യത്തെ അനുഭവിക്കുന്നവരായിട്ടും ഭവിക്കും. അതായത് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നവരായിട്ടും ഭവിക്കും എന്നർത്ഥം. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1201 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ശനി 10ാം ഭാവത്തിലാണ് തിരുവാതിരക്കാർക്ക് നിൽക്കുന്നത്. വ്യാഴമാകട്ടെ ജന്മരാശിയിലാണ്. തിരുവാതിര നക്ഷത്രം വരുന്നത് മിഥുനം രാശിയിലാണ്. തിരുവാതിര നക്ഷത്രം ഒരു മുഴു നക്ഷത്രമാണ്. കൂടാതെ രാഹു 9ലും കേതു 3ലും നിൽക്കുന്നുണ്ട്. വ്യാഴം ജന്മരാശിയിലും 2ലുമായിട്ട് മാറി സഞ്ചരിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾ മാത്രമാണ് 2ാം ഭാവത്തിലേക്ക് മാറ്റമുണ്ടാകുക. പലതരം പ്രശ്നങ്ങളെയും തിരുവാതിര നക്ഷത്രക്കാർ ഈ പുതുവർഷത്തിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ക്ഷമയും സഹനശീലവും ഒക്കെ പരീക്ഷിക്കപ്പെട്ടേക്കാം. വിദ്യാർത്ഥികളായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് അലസത ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. തൊഴിൽ നേടുന്നവർക്ക് തങ്ങളുടെ കഴിവിനനുസരിച്ച് തൊഴിൽ കരഗതമാകണമെന്നില്ല. മേലധികാരികളുടെ അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിൽ അല്പം സമാധാനക്കുറവും പ്രതീക്ഷിക്കേണ്ടതാണ്. സാമ്പത്തികമായി അബദ്ധങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട വർഷം കൂടിയാണ്. പ്രണയ ശൈഥില്യം, വിവാഹ തടസ്സം എന്നിവയൊക്കെ അനുഭവത്തിൽ വന്നേക്കാം. ബിസിനസ്സുകാരായിട്ടുള്ളവർ വലിയ മുതൽ മുടക്കുകളൊന്നും പരമാവധി ഈ വർഷത്തിൽ ചെയ്യാതിരിക്കുക. അതായത് റിസ്ക് എടുത്തുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക എന്നർത്ഥം. നിലവിലുള്ള സ്ഥിതികളൊക്കെ അങ്ങനെ തന്നെ തുടരുവാനാണ് സാധ്യത. കടബാധ്യതകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ആവശ്യങ്ങളൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കി മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. പ്രവാസികളായിട്ടുള്ളവർക്ക് വിചാരിക്കുന്നത് പോലെ സമ്പാദ്യങ്ങളൊക്കെ വളർത്താൻ സാഹചര്യം ഉണ്ടായി എന്ന് വരില്ല. എന്നാൽ ചിങ്ങം, വൃശ്ചികം, തുലാം, മീനം, മേടം എന്നീ മാസങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.